പിന്നേമേ ശീലമാൻ പറഞ്ഞിട്ടാ ഇതെല്ലാം കേട്ടിട്ടേ ആരായാലും ഇതൊക്കെ കാണിക്കുമ്പോഴും കേൾക്കുമ്പോഴും പറഞ്ഞാൽ തിരിച്ചെന്തായാലും പറയുമെന്ന് പറഞ്ഞു. ആ മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായത്. അല്ലാതെ വേറെ ഇതുപോലത്തെ ചീത്ത വിളിയാണെന്ന് മനസ്സിലായോ മനസ്സിലായോ? ആ ഞാൻ പറയുന്നത് എന്തുവാ, എന്റെ മേത്ത് ലേസർ അടിക്കുന്നത് എനിക്ക് നീളുമ്പോഴാണ് ഞാൻ പറയുന്നത്. ലേസർ അടിക്കുക, എന്റെ തലയിലോട്ട് ലേസർ അടിക്കുക, പിന്നെ എന്റെ കണ്ണിന്റെ ചുറ്റും ലേസർ അടിക്കുക, എന്ത് രോഗം എന്റെ ദേഹത്തോട്ട് ലേസർ അടിക്കുക, പല പല വേദനകൾ. പിന്നെ ലേസർ അടിയോട് ലേസർ അടി എന്റെ ദേഹത്തും മുഖത്തും നീളുന്നതിന് ഇതുണ്ട്. എന്റെ തൊലിയെ നമ്മുടെ തൊലിയൊക്കെ നീറ്റല്ല സത്യം പറഞ്ഞാൽ. മുഖത്തെ തൊലിക്കൊക്കെ ഈ ലേസർ അടിച്ച് പൊള്ളിച്ച് നമ്മുടെ പൊള്ളിയിരിക്കുന്ന തൊലിയേല് നമുക്കറിയാമല്ലോ, നമ്മുടെ കൈ പൊള്ളിയാല് അവിടോട്ട് ഇച്ചിരി വെള്ളം വീണാ പൊള്ളുവോ നീറുവോ ഇല്ലയോ? അപ്പൊ പറ നീറുവോ? അതുപോലെ എന്റെ മുഖം നീറുന്നത് ഈ ലേസർ അടിച്ച് പൊള്ളിച്ച് നമ്മള് ഈ ഇതൊക്കെ പെരട്ടുന്നുണ്ടെ എന്തെങ്കിലുമൊക്കെ പെരട്ടുന്നുണ്ടെ അതുപോലെ നീറുന്ന എന്റെ മുഖം. നിങ്ങൾക്കറിയാവോ? ഇത് തീരോടുക അന്നേരം നമ്മൾ പറയുന്നത് ഇങ്ങനെ അടിക്കുന്നത് നമ്മുടെ ദേഹത്തോട്ടും മുഖത്തോട്ടും എന്ത് ഇതിനൊക്കെ അതിനാണ് എന്റെ മുഖത്തോട്ടൊക്കെ ലേസർ അടിക്കാൻ. അപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ചീത്തവിളി ഇതുപോലത്തെ ചീത്തവിളിയാണെന്നുള്ളത്. അതുപോലെ ഞാൻ പറയുന്നത് എന്റെ ഭർത്താവൊന്നും ആവാൻ ആരും വരണം. ഞാനെന്ത് പറഞ്ഞു 2000 ക്യാമറ അടിച്ചു പൊട്ടിച്ചേക്ക് ഇവർ ഇതുപോലെ കഥ ഉണ്ടാക്കി കാര്യം പറഞ്ഞു. ഇപ്പൊ കഥ അവിടെ എല്ലാവരും മുന്നേറ്റ് തന്നെ പ്രധാനമന്ത്രി ശോഭരാജൻ പറഞ്ഞത്. ഞാൻ അവനെ ഭർത്താവാക്കി എന്തോ അയച്ചുകൊണ്ടിരുന്നു. അവൻ പറയുക തോന്നിയാത്തില്ല. അപ്പൊ ഞാൻ ഇതല്ലേ പറഞ്ഞു ഇതുവഴി നടന്നു കാലഘട്ടത്തൊക്കെ നടന്ന് കഥ ഉണ്ടാക്കുമായിരുന്നു ജോലി എന്ന് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എന്തോ അല്ല എന്റെ എന്തുവാ ഞാൻ അന്നേ പറഞ്ഞതാ ഇവൻ ഇതുവഴി നടക്കുന്നത് എന്തുവാ നടന്നില്ല. അവിടെ നമ്മുടെ ഗേറ്റിന് മുന്നിൽ വരെ പോയിട്ട് തിരിച്ചു പോവുക. ഇവൻ എന്റെ ഭർത്താവ് ഇവൻ ഇങ്ങോട്ട് വരുന്നതാണ് ഇതാക്കാൻ. എന്നിട്ട് കുട്ടക്കാര് പറയണം ഓൺലൈൻ എന്തോടെ ഓൺലൈൻ ഇരിക്കുന്നേ നീ അവനെ കൊണ്ട് വിട്ട് ഇന്നലെ എന്നിട്ട് നാട്ടുകാരെല്ലാം ഈ നാടകത്തിലെ ആ പിള്ളേരും എല്ലാം കേട്ടോണ്ട് നിൽക്കുക. അവരൊക്കെ പറഞ്ഞ് കൊള്ളാതെ ഈ പറയുന്നത് എന്തോ ഈ പറയുന്നതെന്ന്. അവർക്കൊക്കെ അറിയാം ഇങ്ങനെ സംഭവമേ ഇല്ലെന്ന്, തോന്നിയാസം പറയുവാണെന്നുള്ളത്. എന്നിട്ട് എന്നിട്ട് ചോദിക്കുന്നത് നീ ഏത് പെണ്ണുങ്ങളെ വടക്കേട്ടാ, നീ ഏത് പെണ്ണുങ്ങളെ വടക്കേട്ട് ഓൺലൈൻ അതിന്റെ ഡ്രാമകളാ. പിന്നെ ഗർഭം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുപിള്ള ഇങ്ങനെ കെട്ടി പൊരുത്തി ഏതാണ്ട് സാമാനം എല്ലാമായിട്ടില്ല അങ്ങോട്ട് പോവുക. ഇവർക്കാരും ജോലി ഇവിടെ കാണിച്ചു കൂട്ടിയത് 2020. സർട്ടിഫിക്കറ്റ് ഇവനെ ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ എടുപ്പിക്കില്ല. ഞാൻ എല്ലായിടത്തും എടുക്കുന്നുണ്ട്. ഇവൻ എന്തുവാ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ അറിയണമല്ലോ. ഇവനെ ഞാൻ 3 കോടി എന്റെ കയ്യിൽ ഞാൻ ആക്കുമത്. കാരണം ഇവൻ എന്നെ കുറിച്ച് അനാവശ്യ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. തോന്നിയാത്ത കഥകൾ എന്നെ കുറിച്ച് ഉണ്ടാക്കിയിട്ടില്ല. മാനനഷ്ടത്തിന് ഞാൻ കേസ് ഞാൻ കൊടുത്തു ഇവനെതിരെ. ഇതിന്റെ 3 കോടി എന്റെ കയ്യിൽ ഇരിക്കും. കുറെ അനാവശ്യ കഥകൾ ഉണ്ടാക്കൽ കുറെ നിർത്തിയില്ല ഞാൻ എല്ലാത്തിന്റെ അവളുമാരെ അനാവശ്യ കഥകൾ കുറെ അമ്മായി തോന്നിയാത്ത കഥ പറയുന്നു. ഇവരൊക്കെയാണ് നാട്ടുകാരെ എനിക്ക് ഭർത്താവിനെ ഉണ്ടാക്കാൻ. എനിക്ക് അവർക്ക് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഭർത്താവിനെ ഉണ്ടാക്കിയാൽ മതി. എനിക്ക് ഭർത്താവിനെ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യം എനിക്ക് ഭർത്താവിനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിയാണ് മാർച്ചില് ഞാൻ രാജസ്ഥാനി ഭർത്താവിനെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അത് 4-ാം തീയതി കഴിഞ്ഞ കേട്ടോ. അല്ലാതെ നാട്ടുകാരൊന്നും എനിക്ക് ഭർത്താവിനൊന്നും ഉണ്ടാക്കണ്ട. ഭയങ്കര നമ്മുടെ വീട്ടിലിരുന്നാലും ഇങ്ങനത്തെ കള്ളക്കഥ ഇങ്ങനെ വഴിയെ കൂടെ പോകുന്നതല്ല. അതിൽ ഞാൻ ഇവൻ വരുന്ന അമ്മയമ്മേന്ന് വിളിക്കുന്നത്. എനിക്കറിയാം എന്റെ ഡ്രാമകളൊക്കെ. ഇപ്പൊ ഏതോ കുരുടം വരുന്നതൊക്കെയാ കഥയിലെ ഇങ്ങനെ കുരുടൻ ഏത് കുരുടനാണെന്ന് അറിയില്ല. എറണാകുളം കുരുടമൊക്കെ ഉണ്ടായിരുന്നു. അവനെയൊക്കെയാ ഇങ്ങനെ നമ്മൾ ആരോടെങ്കിലും വലിയ ഉടനെ അവന്റെ ഭർത്താവ് എന്തോ ഇതാ. പണ്ട് ജസ്റ്റിസ് രാമേന്ദ്രൻ ദേവൻ രാമേന്ദ്രൻ ഞാൻ ആരാനോട് നമ്മുടെ ആ ജഡ്ജി നല്ല ഒന്നാമതൊരു ജഡ്ജി അയാൾ നല്ല ഉറക്കം സംസാരിക്കുമ്പോൾ നമ്മൾ ആ ജഡ്ജിയെ കുറിച്ച് ഏതാണ്ട് പറഞ്ഞതിന് ചന്ദ്രമോഹൻദാസ് സാറിനെ കൊണ്ട് എന്ത് പറയുക എന്തുവാ ആ ജഡ്ജി പണ്ട് കല്യാണം കഴിക്കുമ്പോൾ വേറൊരു വക്കീൽ പറഞ്ഞു കല്യാണം കഴിക്കുന്നില്ല. ദേവരാമേന്ദ്രൻ കല്യാണം കഴിച്ചു പോയത്. ദേവരാമേന്ദ്രൻ കല്യാണം കഴിച്ചു പോയി. ഇനി അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് ഒരു വക്കീൽ പറഞ്ഞു. വക്കീല് അപ്പം പിന്നെ എന്തോ നമ്മുടെ
തോന്നിയാസ് ഇതൊക്കെ? അപ്പം ഒരാൾക്ക് ഒരു ജഡ്ജി നല്ലതാണെന്നും ഒരു നല്ല മന്ത്രി നല്ലതാണെന്ന് പറഞ്ഞ ഉടനെ ഭർത്താവാകുന്നു. എന്തൊരു അഹങ്കാരം ഇതൊക്കെ. എന്ത് തോന്നിയാസ് കെട്ട ചിന്താഗതി ഉള്ളവരാ ഇതൊക്കെ പറയുന്നത്. എങ്ങാണ്ട് കെട്ട തെണ്ടികളൊക്കെ കെട്ട ചെറുപ്പല്ല. ഇവനൊക്കെ ഏതാണ് മാനസിക രോഗം ഇവിടെ ഇവനൊക്കെയാ മാനസിക രോഗം കൊണ്ട് നടക്കുന്നത്. എന്തോ ആരെങ്കിലും അവര് നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ അവരെ ഭർത്താവാക്കുകയും ഭാര്യയാക്കാൻ നടക്കുന്നവന്മാരാ മാനസിക രോഗം. ആരെങ്കിലും അവര് നല്ലതാന്ന് പറഞ്ഞ ഉടനെ ഭർത്താവായിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്തൊരു അഹങ്കാരം. ഏതാണ്ട് കേട്ടാ കേടുന്നല്ല. എന്തോ കറി എന്തുവാ? അതുകൊണ്ട് എന്തോ അമ്മ വെച്ച് കാണും. എന്താ അമ്മയ്ക്ക് വണ്ണം കൂടുതൽ. നമ്മള് ചേന പോലും തിന്നാ നമ്മളെ അങ്ങ് അടിച്ച് വീർപ്പിക്കില്ലേ ചേന തിന്നാലും. ചേന തിന്നാലും അങ്ങ് അടിച്ച് വീർപ്പിക്കുക നമ്മള് ചേന മാത്രം തിന്നാ ജീവിക്കുന്നത്. എന്നാലും നമ്മളെ അടിച്ചങ്ങ് വീർപ്പിക്കുക. എന്തൊരു നാശമാണ് ഇത്. ഹലോ, വേറെ Who is starting now? How many runs? I hear. How many runs? I hear. Only 107. 2020. Still not a good run. What? I used to play. Okay, I used to play this volleyball, that football, everything I used to play. Okay. You have seen shuttlecock. I know to play now. Danny couldn't. Then what you're saying? Don't say only. If you ball, I can hit. Okay.